നമസ്തേ, ഞാൻ ഡോക്ടർ വി ജി ഗോകുലൻ, തിരുവല്ല സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വാർദ്ധക്യത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ 50 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാരിലുണ്ടാവുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവ്, AMD എന്ന ആധുനിക നാമത്തിൽ അറിയപ്പെടുന്ന ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. ഇത് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട മാക്കുല എന്ന് പറയപ്പെടുന്ന അവയവത്തെയാണ് ബാധിക്കുക, ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. മാക്കുല എന്ന അവയവത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ വസ്തുക്കൾ ഫോക്കസ് ചെയ്യുന്നതും അതിൻ്റെ നിറം വർണ്ണവ്യത്യാസങ്ങൾ അറിയുന്നതും സൂക്ഷ്മമായ കാഴ്ച നമുക്ക് നൽകുന്നതും ചെയ്യുന്നത് ഫോവിയ അഥവാ മാക്കുല എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ മാക്കുല എന്ന ഭാഗത്ത് നമ്മുടെ പ്രായം കൊണ്ടുള്ള അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടുള്ള ഓക്സിഡേഷൻ ധാരാളമായിട്ട് നടന്നിട്ട് അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തുരുമ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞരമ്പുകൾക്ക്. അപ്പോൾ അങ്ങനെ ഞരമ്പുകളുടെ ശേഷി കുറയുകയും അതിനെ പ്രകാശത്തെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇമേജുകളെ സ്വീകരിക്കാനോ ഉള്ള കഴിവ് കുറയുകയും ചെയ്യാം. അപ്പോൾ അതൊരു വലിയ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജായിട്ട് വരുമ്പോൾ അത് നമുക്ക് നോക്കുന്ന ഭാഗത്ത് ദൃഷ്ടിയുടെ മധ്യത്തിൽ കാഴ്ച മങ്ങിയതായിട്ടും ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ മെച്ചമായിട്ട് കാണുക തുടങ്ങുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കാഴ്ച കുറച്ചുകൂടെ ബെറ്റർ ആവുകയും, അതായത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കാഴ്ച കാണുന്നത് മാക്കുലയിൽ കൂടെ മാത്രമല്ല കണ്ണിൻ്റെ പാർശ്വഭാഗത്തുള്ള റോഡ് സെൽസിൽ കൂടിയാണ്. റോഡും ആൻഡ് കോണുമാണ് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ. കോൺ സെൽസാണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാഴ്ച തരുന്നത്, നിറം തരുന്നത്. റോഡ് സെൽസ് നമുക്ക് രാത്രികാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാഴ്ചയെ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നടുഭാഗത്തെ മധ്യഭാഗത്തെ വ്യക്തതയുള്ള കാഴ്ച കുറയുന്നതിനെയാണ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. ഇത് വെറ്റ് മാക്കുലർ ഡീജനറേഷൻ എന്നും അല്ലെങ്കിൽ ഈ നീർക്കെട്ടുള്ള മാക്കുലർ ഡീജനറേഷൻ, നീർക്കെട്ട് മൂലം മാക്കുലയ്ക്ക് ഉണ്ടാകുന്ന ദോഷം, അല്ലെങ്കിൽ ഉണങ്ങിയ ഞരമ്പുകൾക്ക് ഉണക്ക് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ശോഷം സംഭവിച്ചിട്ടുണ്ടാകുന്ന ഡ്രൈ മാക്കുലർ ഡീജനറേഷനായിട്ട് രണ്ട് തരത്തിൽ പറയാറുണ്ട്. വെറ്റ് മാക്കുലർ ഡീജനറേഷനിൽ ഈ കണ്ണിനകത്ത് നേരിട്ട് ചെയ്യുന്ന ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് നീർക്കെട്ടിനെ ഒരു പരിധിവരെ സഹായിക്കും, അല്ലെങ്കിൽ പുതിയ ഞരമ്പുകൾ കൃത്രിമമായി ഉണ്ടാവുന്നത് തടയാൻ സഹായിക്കുന്നു. അതുമൂലം കൂടുതൽ രോഗം വഷളാവാതിരിക്കാനായിട്ടാണ് സഹായിക്കുക. എന്നാൽ അവ ഒരു തരത്തിലും കാഴ്ചയെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഉതകുന്നില്ല. അതുമാത്രമല്ല, ഇതിൽ ഇത്രയും വില കൂടിയ ഇഞ്ചെക്ഷൻസ് കണ്ണിലെടുത്താലും അവയുടെ ഫലം ഏകദേശം 1 മാസം 2 മാസം കൊണ്ട് അവസാനിക്കും. വീണ്ടും നമ്മൾ അത് ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങളോളം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കൂടിയും ഈ നഷ്ടപ്പെട്ടു പോയ കാഴ്ച വർദ്ധിക്കുവാനോ മറ്റും വരുന്നതായിട്ട് കാണുന്നില്ല. അവിടെയാണ് ആയുർവേദത്തിലെ ചികിത്സയുടെ പ്രസക്തി വരുന്നത്. ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾ നേത്രത്തിനകത്ത് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് കൂടുതൽ ചികിത്സാ രീതികൾ, വസ്തി മുതലായ കാര്യങ്ങൾ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഉണർവ് നൽകുകയും അവയുടെ കാഴ്ചയുടെ സംവേദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കാഴ്ചയുടെ കുറവ് പോലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ മാക്കുലർ ഡീജനറേഷനുള്ള ഒരു പേഷ്യൻ്റ് സ്നെല്ലൻസ് ചാർട്ടിൽ ഒരു വരി വായിച്ചിട്ടാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ 2 വരിയൊക്കെ ആയിട്ട് ക്രമേണ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ കാഴ്ചയുടെ ക്വാളിറ്റി, ഗുണം മെച്ചപ്പെടുന്നതും നമുക്ക് അനുഭവവേദ്യമാകും. അങ്ങനെയുള്ള ഒരു വലിയ അളവിൽ കാഴ്ചയെ തിരിച്ചു ലഭിക്കുവാനായിട്ടുള്ള ഒരു പ്രയോജനം നമുക്ക് ആയുർവേദ ചികിത്സയുടെ കൂടെ ചെയ്തു കൊടുക്കാൻ രോഗികൾക്ക് കഴിയാറുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലും ആധുനിക ചികിത്സയിൽ പറയാത്ത അല്ലെങ്കിൽ അവിടെ സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു ഫലമാണ്. ആ ഒരു രീതിയിൽ ആയുർവേദത്തിൻ്റെ ചികിത്സകൾ വളരെയധികം ഈ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനിൽ പ്രയോജനപ്പെടുന്നുണ്ട്. നമസ്തേ, എൻ്റെ പേര് രാമചന്ദ്രൻ നായർ. ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറേശ്ശെ മങ്ങിത്തുടങ്ങിയ ഉടനെ ഞാൻ 1-2 ഒപ്താൽമോളജിസ്റ്റിനെ ചെന്ന് കണ്ടു. അവരെല്ലാവരും എൻ്റെ കണ്ണിൻ്റെ ലെൻസ് സ്പെക്സ് മാറ്റുക എന്നുള്ള ഒരെണ്ണം ചെയ്തു. പിന്നെ അവിടെ ചെന്നെ അത് OCT സ്കാൻ ചെയ്ത് കഴിഞ്ഞെന്നെ പറഞ്ഞു ARMD എന്നോട് പറഞ്ഞു. ബട്ട് ഈസ് ദാറ്റ് ഐ ടോൾഡ് പറഞ്ഞു ഏജ് റിലേറ്റഡ് മാക്കുല ഡീജനറേഷൻ. ഞാൻ പറഞ്ഞ ഏജ് റിലേറ്റഡ് എന്നുള്ളത് മാത്രം ഞാൻ എഗ്രി ചെയ്യുന്നില്ല. മാക്കുല ഡീജനറേഷൻ ഓക്കെ, ഇറ്റ്സ് ഗോ ഹെഡ്. നേരം പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇൻട്രാവിട്രിയസ് ഇഞ്ചെക്ഷൻ വേണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു 3 ഇഞ്ചെക്ഷൻ. ഞാൻ പറഞ്ഞു ഓക്കെ, ഗോ ഹെഡ്. നേരം 10,000 രൂപ
അത് 25,000 ഉണ്ട്, 10,000 നമ്മൾ 10,000 മതി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു 25 പേര് 25,000 ഇഞ്ചക്ഷൻ കിടപ്പുണ്ട്, എല്ലാം പട്ടാളമാണ്. എന്നിട്ട് ഞാൻ പേയ്മെൻറ്റ് 10,000 തന്നെ 3 എടുത്തു. ആദ്യത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വല്പം ഒന്ന് ക്ലിയർ ആയിട്ട് തോന്നി. 3 കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരു വ്യത്യാസം തോന്നാത്തതുകൊണ്ട് അന്നേരം പറഞ്ഞു എന്നോട് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, 4th പിന്നെയും റിസൾട്ട് ഒന്നുമില്ല. നേരം പിന്നെ എന്നോട് പറഞ്ഞു 45,000 ഒരെണ്ണം എടുക്കാൻ. ഞാൻ പറഞ്ഞു യു ക്യാൻ ഗ്യാരണ്ടി റിസൾട്ട്? നോ നോ നോ, ഹി സെഡ് നോ. പിന്നെ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ ഇരുന്നു പലരെയും. പിന്നെ വെറും ട്രീറ്റ്മെൻ്റ് ഇല്ല. ഞാൻ കേരളത്തിലെ എല്ലാ നല്ല ഒഫ്താൽമോളജിസ്റ്റിനെ എല്ലാം പോയി കണ്ടു. അത് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, 2 ഐ ഡ്രോപ്സ് തരും, എന്നിട്ട് ഐറ്റാമിൻ അല്ലെങ്കിൽ ഐസൈറ്റ്, ഈ 2 ഗുളികകൾ തരും. ഞാനത് കൊണ്ട് പോരും. പിന്നെ ഞാനത് ദൂരെയും പോകണ്ട, ഇവിടെ തന്നെ, ഇത് നല്ല ഹോസ്പിറ്റലാണ്, അവരും ചെയ്തു. പിന്നെ അത് ലാസ്റ്റ് ഇയർ ദിസ് ഇയർ ബിഗിനിങ്. അന്നേരം ഞാൻ ചെന്ന് നോക്കണം. ഇതുവരെ എനിക്ക് റൈറ്റ് ഐയിൽ മാത്രമേ ഉണ്ടായിരുന്നു ഈ നീരെന്ന് പറയുന്ന പ്രശ്നം. ഇപ്രാവശ്യം ചെന്നുണ്ടെങ്കിൽ ഇടത്ത് കണ്ണിൽ, അതായിരുന്നു എൻ്റെ മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കണ്ണ്, അതിന് മൂടൽ വന്നു. അന്നേരം എനിക്ക് പരിചയക്കാരെ മാത്രമേ അറിയത്തുള്ളൂ, പുതിയ ആൾക്കാരെ ആരെയും അറിയത്തില്ല. അവരെന്നെ കണ്ടിട്ട് നിങ്ങളെന്താ മിണ്ടാതെ പോകുന്നത്, അല്ലെ ചിരിക്കാൻ പോകുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ചെന്നെ അതാണ് ഈ സ്ഥിതി വന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ലോ വിഷൻ ഗാഡ്ജറ്റ്, അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനിയും ചെയ്യാവുന്ന കാര്യം. ദർ ഈസ് നോ മെഡിസിൻ ഈസ് ഓൺലി ഇൻട്രാവിട്രിയസ് ഇഞ്ചക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് നോ റിസൾട്ട് ഈസ് ഗ്യാരണ്ടീഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മനോരമയ്ക്കകത്ത് ഒരു ന്യൂസ് കണ്ടു. വൺ പീഡിയാട്രീഷ്യൻ ഇവിടെ വന്ന് ചികിത്സിച്ച് തിരിച്ചു പോയിരിക്കുന്നു, ഒരു വിഷൻ ഇമ്പ്രൂവ് ചെയ്തായിരിക്കും പറഞ്ഞു. ലാപ്രോസ്കോപ്പി സർജൻ ഇവിടെ വന്നിട്ട് ട്രീറ്റ് ചെയ്ത് വിഷൻ ക്ലിയർ ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അലോപ്പതിക് ഡോക്ടർ ഗോയിങ് ഫോർ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. ഞാൻ എന്തെങ്കിലും അവിടെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു. നേരം ഡോക്ടർ എന്നെ കണ്ടു, നോക്കി. ഹി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദി ട്രീറ്റ്മെൻറ്റ് ഹി ഈസ് ഗോയിങ് ടു അണ്ടർടേക്ക് ഓൺ മീ. എന്നോട് പറഞ്ഞു 8 ദിവസത്തെ ഒരു കോഴ്സുണ്ട്, അതെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും അതിന് 3 മാസത്തേക്ക് സാവകാശം തേടി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ വന്നു, 8 ദിവസം ചെയ്തു. ഇന്നത് 8ാമത്തെ ദിവസമാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അന്നേരം ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന N1 വെച്ചാൽ ആദ്യത്തെ ലെക്ചർ മാത്രം കാണുന്ന സ്റ്റേജിൽ നിന്ന് ഇപ്പം N2, N3 ആൻഡ് N4 ഞാൻ അങ്ങനെ എത്തി നിൽക്കുകയാണ്. അത് ഇനിയും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കി മെഡിസിൻ കണ്ടിന്യൂ. ഇപ്പോൾ ഒരു 8 ദിവസം ഉണ്ടായുള്ളൂ, ചെറിയ പ്രിലിമിനറി സ്റ്റേജ്. അത് ബാക്കിയൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് അനദർ 1 month ഐ തിങ്ക് സോ. ഞാൻ നേരത്തെ എനിക്ക് ഒരു ലൈനേ ഉള്ളായിരുന്നു ഡിസ്റ്റൻസ്. അതിപ്പം ഒന്നുള്ളത് 2ആയി, 2ൽ 3ലോട്ട് ഞാൻ കടക്കുന്നുണ്ട്. വായിക്കാൻ ഒരു ഊഴം ആയിട്ടാണ് 3ാമത്തെ ലെറ്റർ കാണുന്നുണ്ട്. അത് പഴയതുപോലെ എൻ്റെ കൂടെ മാഗ്നിഫൈങ് വെച്ച് എനിക്ക് വായിക്കാൻ കഴിയും. ഇപ്പം എനിവേ ഞാൻ ശരിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടുഡേ ഐ വെൻറ്റ് ടു എ ടെമ്പിൾ. ടുഡേ ഐ സോ ദ ഡീറ്റി വിച്ച് ഐ വാസ് നോട്ട് സീയിങ് ഫോർ ദ ലാസ്റ്റ് 3 years. ഇന്നെനിക്കത് കണ്ടിട്ട് I told my wife, okay, today I am seeing it. That was a great improvement. എൻ്റെ പേര് KJ കുര്യൻ. എൻ്റെ വീട് തിരുവല്ലയിൽ തന്നെയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഞാൻ ജബൽപൂരിൽ നിന്ന് വന്ന് ഇവിടെ വസിക്കുന്നതാണ്. അവിടെ ആയിരുന്നു ജോലി. ജബൽപൂരിൽ നിന്ന് വരുന്ന ആ സമയത്ത് എനിക്ക് കണ്ണിന് അസുഖം വന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി. ഒടുവിൽ ഗിരിധർ ഹോസ്പിറ്റലിൽ പോയി AMDക്ക് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഏതാണ്ട് ഒരു 10-50 ഇഞ്ചക്ഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ മാത്രം ഒരു റിലീഫ് വരും. അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ അറിഞ്ഞു. ഒന്ന് ട്രൈ ചെയ്യാവുന്ന കൊണ്ട് ഇവിടെ വന്നു. ആയുർവേദത്തിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ 8 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞു. അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തോന്നി.
അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 8 ദിവസത്തെ കോഴ്സ് കൂടെ കഴിഞ്ഞു. ഇപ്പം എനിക്ക് സാറ്റിസ്ഫൈ ആണ്. പണ്ടുണ്ടായിരുന്നതിനേക്കാളും കാഴ്ച കൂടുതലുണ്ട്. ഇപ്പോൾ എനിക്ക് 5 വരികളും വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് 3 വരിയോളം എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 4 വരി 5 വരി വരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് മറ്റൊരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ സാറ്റിസ്ഫൈ ആണ്. ഫുഡൊക്കെ നല്ലതാണ്, അക്കോമഡേഷനും നല്ലതാണ്. ഡെയിലി വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്കിവിടെ താമസിക്കേണ്ടേ വന്നില്ല. എന്നാലും ഓവറോൾ വളരെ സാറ്റിസ്ഫൈ ആണ്. ഡോക്ടർമാരും നല്ല, പ്രത്യേകിച്ച് 2 ഡോക്ടർമാരും നല്ല സീനിയർ ഡോക്ടർമാരും, ഗോകുലൻ സാറും ചിത്ര മാഡവും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ പേര് ബാബു കൂടത്തിൽ. ഞാൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറാണിപ്പോൾ. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ബാങ്കിലായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണിന് 53 വർഷം മുമ്പുണ്ടായിരുന്നതായ കാഴ്ചയുടെ പ്രശ്നമാണ്. ഒരു സർജറി ആവശ്യമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗോകുലം നേത്ര ചികിത്സാ കേന്ദ്രത്തിലേക്ക് കടന്നു വരികയും ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ഇവിടെയുള്ള 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വരാൻ കാരണം മാക്ലോർ ഹോൾ സർജറി ആണ് എന്നോട് പറഞ്ഞത്. എന്നാൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചികിത്സാ കേന്ദ്രത്തിൽ ഞാൻ കടന്നു വരികയും അതിൻ്റെ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ലാസ്റ്റ് ദിവസമാണ്. എന്നാൽ അന്ന് ഒരു വരി പോലും കഷ്ടിച്ച് വായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നിപ്പോൾ 3 വരികൾ വരെയും വായിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ് ഏറെ സന്തോഷം. ട്രീറ്റ്മെൻറ്റ് സക്സസ് ആണ്. കാരണം എനിക്ക് കൂടുതൽ കണ്ണിനെ പവർ ലഭിക്കാനും വായിക്കുവാനും ഇടയായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർവീസ് വളരെ ബെറ്ററാണ്. എല്ലാ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും, അതിലെ സ്റ്റാഫ്, അവിടെയൊക്കെയും നല്ല ഇടപെടലുകൾ മൂലം ഞാൻ അനേകരിലോട് പറഞ്ഞു കൊടുത്തു നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകാനാണ്. എന്തായാലും സ്ഥാപനത്തിൽ കടന്നു വരുവാനും ഡോക്ടറുടെ ചികിത്സ അതിന് ലഭിക്കാനും ഇടയായിട്ടുള്ള ഏറെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അജോ ജോൺ എന്നാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ കണ്ണിൻ്റെ വിഷൻ ഒത്തിരി ലോ വിഷനായിട്ടുള്ള ഒരു ആളായിരുന്നു. ഞാൻ 2-3 വർഷം മുമ്പ് വരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ്. ആസ് എ സ്റ്റാഫ് നഴ്സ് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിഷൻ ഒത്തിരി ഡള്ളായതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇപ്പം 2-3 വർഷമായിട്ട് ഞാൻ പലയിടത്തും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അലോപ്പത്തിയിലെല്ലാം പോയി. പക്ഷേ അവരെല്ലാം റിജക്റ്റഡ് കേസായിരുന്നു. അന്നേരം അവർ ഡയഗ്നോസ് ചെയ്തത് മാക്കുലർ ഡീജനറേഷൻ എന്നുള്ളൊരു പ്രോബ്ലമാണ്. സെൻട്രൽ വിഷൻ ഒട്ടുമേ എനിക്കില്ല. പെരിഫറൽ റീജിയനും കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ചലിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് സാർ എനിക്ക് ഒരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തു. ഇപ്പം പറയാനുള്ളത്, എനിക്ക് എൻ്റെ പെരിഫറൽ റീജിയൻ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിപ്പം തന്നെയാണ് വണ്ടി ഓടിച്ച് ഇവിടെ വന്നും പോകുന്നത്. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് സാറിനോട് ഈ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തത്. ഇവിടെ വന്നതിൻ്റെ മുമ്പ് എനിക്ക് 3 മീറ്റർ മാത്രമേ ഉള്ളായിരുന്നു ഒരു വിഷൻ. സാറിൻ്റെ കണ്ണാടി കൂടെ വായിപ്പിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് എഴുന്നേറ്റ് നിന്ന് വായിച്ചപ്പം സാർ പറഞ്ഞു എനിക്ക് 3 മീറ്റർ മാത്രമേ ഉള്ളൂ വിഷൻ. ഇപ്പം 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം സാർ എന്നെ വായിപ്പിച്ചപ്പം 6 മീറ്റർ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഒരു ഡിഫറൻസ് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കിട്ടി. താങ്ക് യു.